മോർണിംഗ് തന്നെ എഴുന്നേറ്റിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ച് നല്ല രീതിയിൽ നമ്മളുടെ വർക്കുകളോ അല്ലെങ്കിൽ നമ്മളുടെ കോമ്പറ്റീഷൻ എക്സാമുകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എന്തൊരു വൈബായിരിക്കും അല്ലേ. പലപ്പോഴും മിസ്സായിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു മോർണിംഗുകളിലുള്ള നമ്മളുടെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ടൈമുകളാണ്. ഇതിനൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എക്സാമുകൾക്കൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രത്യേകിച്ചും ഒരുങ്ങുന്ന ആളുകൾ അവർ നൈറ്റിലൊക്കെ ഒരുപാട് സമയം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് സ്ലീപ്പ് എന്ന് പറയുന്നത് ഈ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ബേസിക്കലി സ്ലീപ്പിനെ കുറിച്ച് നിങ്ങൾ ഏത് റിസർച്ച് എടുത്ത് നോക്കിയാലും നമുക്കറിയാം ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ ഇൻറ്റഗ്രൽ ആയിട്ടുള്ളൊരു ഭാഗമാണ്. സാധാരണ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഡീപ്പ് സ്ലീപ്പ് ഉണ്ടാവുക എന്നുള്ളത്. എന്തുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചോദിച്ചാൽ അതിനൊരുപാട് കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു കാലഘട്ടം അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു സമയം പ്രത്യേകിച്ച് UGC നെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട വളരെ ക്രൂഷ്യലായ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അല്ലേ. 2 മാസം ഉണ്ടാകും അല്ലെങ്കിൽ 1.5 മാസം ഉണ്ടാകും. നിങ്ങൾക്ക് ഈ 1.5 മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ പരമാവധി സിലബസിലേക്ക് കടന്നു ചെന്ന് പരമാവധി നിങ്ങൾ കവർ ചെയ്യാനുള്ളൊരു സമയമാണ്. അപ്പോൾ ഈ സമയത്ത് പലപ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടാകും. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള വർക്കൗട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ക്ലാസ്സുകൾ കണ്ടിട്ട് അല്ലെങ്കിൽ റീഡിങ്ങിലൊക്കെ ആയിട്ട് ലേറ്റ് നൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടാകും. എന്നിട്ട് ഇതാണ് നിങ്ങൾ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിങ്ങൾ കാണുന്നത്. പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി സർക്കിളിലൊക്കെയുള്ള ആസ്പിറൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ലേറ്റ് നൈറ്റിലൊക്കെ ആയിരിക്കും പ്രധാനമായിട്ടും വർക്ക് ചെയ്യുക. പക്ഷേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്തുകൊണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നത് നിങ്ങൾ PSC ആവട്ടെ UGC നെറ്റ് ആവട്ടെ UPSC ആവട്ടെ നിങ്ങൾക്കൊക്കെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറങ്ങിക്കൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് ബേസിക്കലി നിങ്ങളുടെ സ്കോർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഏതൊരു റിസർച്ച് എടുത്ത് നോക്കിയാലും നമുക്കറിയാം ഓരോ പ്രായത്തിലും ആളുകൾ ഉറങ്ങേണ്ടതിൻ്റെ ഒരു സമയം വളരെ കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് തന്നെ പറയപ്പെടാറുണ്ട്. നമ്മൾ റോബിൻ ശർമ്മയുടെ ഒരു പ്രസിദ്ധമായ പുസ്തകമുണ്ട് 5 AM ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് മോർണിംഗിൽ എഴുന്നേൽക്കുന്നതിനെ കുറിച്ചാണ്. മോർണിംഗിൻ്റെ ഒരു പ്രാധാന്യത, ഒരു ക്രിയേറ്റിവിറ്റി അതിനെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അവിടെ ഡീപ്പ് സ്ലീപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് എന്തുകൊണ്ട് നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകണം എന്ന് ചോദിച്ചാൽ അവിടെ ശാസ്ത്രീയമായ എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ക്രിയേറ്റിവിറ്റിക്ക് വലിയ വാല്യൂ നൽകുന്ന അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ മാക്സിമം അതിൻ്റെ പൊട്ടൻഷ്യാലിറ്റി മാക്സിമം കാണിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഡീപ്പ് സ്ലീപ്പുകളാണെന്ന് പറയാറുണ്ട്. നമ്മുടെ മെമ്മറി, അതുപോലെ തന്നെ നമ്മളുടെ ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകൾ, അതുപോലെ തന്നെ നമ്മളൊരു കാര്യം ഓർത്തെടുക്കുന്നത് അതിനുള്ള ഒരു റിട്ടൻഷൻ കപ്പാസിറ്റി ഇതൊക്കെ കൂട്ടുന്നതിന് ഡീപ്പ് സ്ലീപ്പ് വളരെയധികം സഹായിക്കുന്നതാണ്. ഞാൻ നിങ്ങളോടൊരു വളരെ കൃത്യമായിട്ടൊരു കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് പഠിച്ച കാര്യങ്ങൾ പിറ്റേന്ന് പ്രഭാതത്തിലും അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ നമ്മളുടെ മൈൻഡിൽ തങ്ങി നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ബേസിക്കലി നമ്മുടെ അക്കാഡമിക് പെർഫോമൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ വായിച്ചു പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ നമ്മളുടെ മനസ്സിൽ എവിടെയെങ്കിലും തങ്ങി നിൽക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങി ഉറക്കത്തിന് തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പലപ്പോഴും നമുക്ക് മോർണിംഗിൽ എഴുന്നേൽക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നത് ചെറുപ്പം മുതൽ തന്നെ നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഡീപ്പ് സ്ലീപ്പ് അതിനെ നമ്മെ സഹായിക്കുന്നുള്ളതാണ്. നന്നായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ, നിങ്ങൾ ഓർത്തു വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ചിന്തയിലേക്ക് വരും. ഇനി നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങാതെ ഒരു 1-1.5 മാസത്തെ എക്സ്പീരിയൻസ് നിങ്ങൾ ഉറക്കമൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായിട്ട് പഠിച്ചു എന്ന് നിങ്ങൾ ചിന്തിച്ചാലും ശരി, എക്സാം ഹാളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ പലപ്പോഴും ക്വസ്റ്റ്യനെ മനസ്സിലാക്കാൻ പോലും കഴിയാതെ സില്ലി മിസ്റ്റേക്സുകൾ നിങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ നൈറ്റിൽ നന്നായിട്ട് ഉറങ്ങണമെന്ന് പറയുമ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത് മാക്സിമം പോയാൽ ഒരു 9:30 മണി 9:30 to 10 ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഉറങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് എങ്ങനെ നമുക്കിതിന് സാധ്യമാകും എന്നതൊരു ചോദ്യമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ അല്ലെങ്കിൽ ഇന്ന് എല്ലാവരും നമ്മുടെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഈവൻ നിങ്ങൾ ഈ കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യുന്നത് പോലെ യൂട്യൂബിലാണ്. അപ്പോൾ എങ്ങനെ നമുക്കതിന് സാധിക്കും എന്ന് ചോദിച്ചാൽ അതിനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഉറക്കത്തിന് വേണ്ടിയുള്ള എൻവയോൺമെൻറ്റ് സ്വയം നമ്മൾ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഉറക്കത്തിന് വേണ്ടിയുള്ള എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് വളരെ കൂളായിട്ടുള്ള വളരെ ക്വയറ്റായിട്ടുള്ള ഒരു റൂം നമ്മൾ സജ്ജീകരിക്കാൻ കഴിയണം. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതൊക്കെ പഴയ കാലം മുതൽ തന്നെയുള്ള നമ്മളുടെ ഉറക്കത്തിൻ്റെ വേണ്ടിയുള്ള എൻവയോൺമെൻറ്റാണ്.
എന്നാൽ ഇന്ന് ഉറക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എൻവയോൺമെൻറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളുടെ സ്ക്രീൻ ടൈം കുറച്ചുകൊണ്ടാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലാവട്ടെ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഏത് പ്ലാറ്റ്ഫോമിലും നമ്മളുടെ മൊബൈലിലോ നമ്മളുടെ കമ്പ്യൂട്ടറിലോ ഒക്കെയുള്ള സ്ക്രീൻ ടൈമിങ് നമ്മൾ ഉറക്കത്തിൻ്റെ തൊട്ട് മുമ്പുള്ള 1 മണിക്കൂർ നമ്മൾ മാക്സിമം ഒഴിവാക്കേണ്ടതാണ്, ഒഴിവാക്കുക തന്നെ വേണമെന്നുള്ളതാണ്. കാരണം പഠനങ്ങൾ പറയുന്നത് ഈ സ്ക്രീനിൻ്റെ ബ്ലൂ ലൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ ഉറക്കത്തിനെ അസ്വാരസ്യപ്പെടുത്തും എന്നതാണ്, അല്ലെങ്കിൽ അലോസരപ്പെടുത്തും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം അവസാനത്തെ 1 മണിക്കൂർ, ഉറക്കത്തിന് തൊട്ട് മുമ്പുള്ള 1 മണിക്കൂർ പൂർണ്ണമായിട്ടും സീറോ സ്ക്രീൻ എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ സീറോ ഡിജിറ്റൽ സ്പേസിലേക്ക് നമ്മൾ പോകണം. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് 9 മണി അല്ലെങ്കിൽ 8:30 മുതൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തൊരു 9:30-10 മണിക്കുള്ളിൽ നമ്മൾ ഉറങ്ങാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് ഒരു ഡീപ്പ് സ്ലീപ്പിലേക്കുള്ള ഒരു യാത്ര നമുക്ക് സാധ്യമാവുന്നതാണ്. ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പഠിക്കാൻ വേണ്ടി 11 മണി 12 മണി നൈറ്റിലൊക്കെ ഇരുന്ന് നിങ്ങൾ പഠിച്ചാലും പലപ്പോഴും അത് നിങ്ങൾക്ക് മിസ് ഔട്ട് ആവുന്നു. പിന്നീട് നിങ്ങൾ സൂര്യൻ ഉദിച്ചതിന് ശേഷമായിരിക്കും എഴുന്നേൽക്കുന്നത് പലപ്പോഴും. അപ്പോൾ ആ പഠിച്ച ഭാഗങ്ങൾ എന്തൊക്കെയോ ഞാൻ പഠിച്ചു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഓരോ കാര്യങ്ങൾ എടുത്ത് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് അല്ലെങ്കിൽ റീവർക്ക് ചെയ്യാൻ കഴിയാതെ പോകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ഒരു 9:30 മണി അല്ലെങ്കിൽ 10 മണിക്ക് ഉറങ്ങാൻ തുടങ്ങിയിട്ട് മോർണിംഗിൽ ഒരു 5 മണി വരെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഉറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുക്കാൻ, ചെറുപ്പത്തിൽ നിങ്ങൾക്കൊക്കെ ഉണ്ടായ എക്സ്പീരിയൻസ് ആണിത്, ഇതേ എക്സ്പീരിയൻസിലേക്ക് നമുക്ക് ഈ ഒരു പ്രായത്തിലും ഈ വലിയതായിട്ട് നമ്മൾ വലിയ അക്കാഡമിക് ജേർണിയിൽ നല്ല പെർഫോമൻസ് ആഗ്രഹിക്കുന്ന ഈ ഒരു പ്രായത്തിലും നമുക്ക് സാധ്യമാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട പടിയാണ്. നിങ്ങളുടെ മെമ്മറി അത് വർദ്ധിപ്പിക്കും, നമ്മുടെയൊക്കെ ക്രിയേറ്റിവിറ്റി അത് കൂട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ കാര്യങ്ങൾ ഗ്രഹിച്ചെടുക്കാനും ചില സമയങ്ങളിൽ പെട്ടെന്ന്, പ്രത്യേകിച്ച് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ 4 ഓപ്ഷന് വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ എന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാനൊക്കെ നല്ല ഉറക്കം നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. ഇതൊരു ചെറിയ കാര്യമല്ല, റിസർച്ചിലൂടെയൊക്കെ നിങ്ങൾ പോയതും നിങ്ങൾ മനസ്സിലാക്കിയതുമാണ്. അതുകൊണ്ട് തന്നെ UGC നെറ്റിൻ്റെ ജൂൺ എക്സാമിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾ ആ ഒരു പ്രിപ്പറേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് തന്നെ നിങ്ങൾ ഉറങ്ങിയിട്ട് തന്നെ നിങ്ങളുടെ ദിവസങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക.